നമസ്കാരം. RB മീഡിയ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. +2 ഡിഗ്രി, ഡിപ്ലോമ, യോഗ്യത ഏതുമാവട്ടെ ജോലി നേടാൻ അവസരം. സൗജന്യ പ്ലേസ്മെൻറ്റ് ഡ്രൈവ്. തിരുവനന്തപുരം ജില്ലയിലെ കേരള യൂണിവേഴ്സിറ്റി എംപ്ലോയ്മെൻറ്റ് ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ബ്യൂറോയിൽ പ്രവർത്തിക്കുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത സംരംഭമായ മോഡൽ കരിയർ സെൻറ്റർ സംഘടിപ്പിക്കുന്ന സൗജന്യ പ്ലേസ്മെൻറ്റ് ഡ്രൈവിലേക്ക് അപേക്ഷിക്കാം. കേരളത്തിലെ വിവിധ സ്വകാര്യ സ്ഥാപനങ്ങളിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റാണ് നടക്കുക. +2 ഡിഗ്രി, ഡിപ്ലോമ, ITI, BTech യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്കായാണ് പ്ലേസ്മെൻറ്റ് ഡ്രൈവ് സംഘടിപ്പിക്കുന്നത്. ജൂലൈ 20 രാവിലെ 10 മണി മുതൽ സൗജന്യ പ്ലേസ്മെൻറ്റ് ഡ്രൈവ് ആരംഭിക്കും. ഇസ ബാങ്ക്, എക്സൈസ് കെയർ പ്രൈവറ്റ് ലിമിറ്റഡ്, ലെക്സോൺ മോട്ടോർ പ്രൈവറ്റ് ലിമിറ്റഡ്, മുത്തൂറ്റ് മൈക്രോഫിൻ ലിമിറ്റഡ് തുടങ്ങിയ കമ്പനികളും ഡ്രൈവിൻ്റെ ഭാഗമാണ്. അപേക്ഷ ഉദ്യോഗാർത്ഥികൾ ജൂലൈ 19 ഉച്ചയ്ക്ക് 1 മണിക്ക് മുമ്പായി കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിരിക്കുന്ന ലിങ്കിലൂടെ പേര് രജിസ്റ്റർ ചെയ്യണം. ഒഴിവുകൾ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 047123045777. എംപ്ലോയബിലിറ്റി സെൻറ്ററിൽ അഭിമുഖം. കൊല്ലം ജില്ലാ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിലെ എംപ്ലോയബിലിറ്റി സെൻറ്ററിൽ സ്ഥാപനങ്ങളിലെ ഒഴിവുകളിലേക്ക് 19 രാവിലെ 10:30 ഇൻ്റർവ്യൂ നടത്തും. ആധാർ കാർഡുമായി ജില്ലാ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ എത്തണം. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 04742740615 8281359930. എറണാകുളത്ത് ജോലി നേടാൻ അവസരം. എറണാകുളം ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ആശുപത്രി വികസന സമിതിയുടെ കീഴിലുള്ള റേഡിയോഗ്രാഫർമാർക്ക് ദിവസവേതന വ്യവസ്ഥയിൽ നിയമനം നടത്തുന്നു. അപേക്ഷകർ സയൻസിൽ +2 പൂർത്തിയാക്കിയവരും കേരള വിദ്യാഭ്യാസ വകുപ്പ് അംഗീകരിച്ച DRD കോഴ്സ് സർട്ടിഫിക്കറ്റും കൈവശം വച്ചിരിക്കണം. റേഡിയോഗ്രാഫിയിലോ CT സ്കാനിലോ കുറഞ്ഞത് 1 വർഷത്തെ പ്രവൃത്തി പരിചയം അഭികാമ്യം. പ്രായപരിധി 18 വയസ്സ് തൊട്ട് 36 വയസ്സ്. ദിവസവേതനം 700 രൂപ. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ പ്രായം, യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളുമായി ജൂലൈ 17 എറണാകുളം മെഡിക്കൽ കോളേജിലെ CCM ഹാളിൽ നടക്കുന്ന വാക്യാൻ ഇൻ്റർവ്യൂവിന് ഹാജരാകണം. രാവിലെ 10:30 മുതൽ 11 വരെയാണ് രജിസ്ട്രേഷൻ. സർക്കാർ അല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ പ്രവൃത്തി പരിചയമുള്ളവർക്കും CT MRI മുൻപരിചയമുള്ളവർക്കും മുൻഗണന. കേരള ചുമട്ടുതൊഴിലാളി ക്ഷേമനിധി ബോർഡ് ഓഫീസിൽ ജോലി. 40,000 രൂപ ശമ്പളം. കേരള ചുമട്ടുതൊഴിലാളി ക്ഷേമനിധി ബോർഡിന് കീഴിൽ ബോർഡിൻ്റെ എറണാകുളത്തുള്ള ആസ്ഥാന ഓഫീസിലേക്കാണ് റിക്രൂട്ട്മെൻറ്റ്. IT മാനേജർ തസ്തികയിൽ യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷ നൽകാം. ഇമെയിൽ വഴിയാണ് അപേക്ഷകൾ നൽകേണ്ടത്. തസ്തിക ആൻഡ് ഒഴിവ്. കേരള ചുമട്ടുതൊഴിലാളി ക്ഷേമനിധി ബോർഡിന് കീഴിൽ IT മാനേജർ നിയമനം. പ്രായപരിധി 45 വയസ്സ് കവിയരുത്. പ്രായം 2024 മെയ് 31 അനുസരിച്ച് കണക്കാക്കും. യോഗ്യത കമ്പ്യൂട്ടർ സയൻസിൽ BTech, MTech ബിരുദം, MCA, കുറഞ്ഞത് 15 വർഷത്തെ പ്രവൃത്തി പരിചയം. HTML, PHP, ജാവ സ്ക്രിപ്റ്റ് എന്നിവയിൽ പ്രാവീണ്യം. സെർവർ മെയിൻ്റനൻസ്, സോഫ്റ്റ്വെയർ സെക്യൂരിറ്റി, സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ്, ഡാറ്റ മാനേജ്മെൻറ്റ്, ടെക്നിക്കൽ സപ്പോർട്ട് എന്നിവയിൽ പ്രവൃത്തി പരിചയം. ശമ്പളം 40,000 രൂപ പ്രതിമാസം. അപേക്ഷ ഉദ്യോഗാർത്ഥികൾ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വിജ്ഞാപനം പൂർണ്ണമായും വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അപേക്ഷ നൽകുക. ബയോഡാറ്റ, യോഗ്യത, മറ്റു അനുബന്ധ രേഖകൾ സഹിതം ജൂലൈ 15 മുമ്പായി സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വിലാസത്തിൽ മെയിൽ ചെയ്യുക. കേരള കരമാലിന്യ സംസ്കരണ പദ്ധതിയിൽ ജോലി. 66,000 രൂപ വരെ ശമ്പളം. കേരള സർക്കാർ സ്ഥാപനത്തിൽ ജോലി നേടാൻ അവസരം. കേരള കരമാലിന്യ സംസ്കരണ പദ്ധതി പ്രോജക്റ്റ് ഹെഡ്, പ്രോക്യൂർമെൻറ്റ് വിദഗ്ധർ, സാമൂഹ്യ വികസനം ആൻഡ് ലിംഗ വിദഗ്ധർ, DEOMKMTP തസ്തികകളിലേക്കാണ് നിയമനം.
വിവിധ വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്കായി ആകെ 5 ഒഴിവുകളാണ് ഉള്ളത്. പ്രോജക്റ്റ് ഹെഡ് 1, പ്രോക്യൂർമെൻറ്റ് വിദഗ്ധർ 1, സാമൂഹ്യ വികസന ലിംഗ വിദഗ്ധർ 1, DOMK MTP 2 എന്നിങ്ങനെയാണ് ആകെ ഒഴിവുകൾ. പ്രായപരിധി പ്രോജക്റ്റ് ഹെഡ്, പ്രോക്യൂർമെൻറ്റ് വിദഗ്ധർ, സാമൂഹ്യ വികസനം ആൻഡ് ലിംഗ വിദഗ്ധർ 60 വയസ്സ്, DOMK MTP 45 വയസ്സ്. യോഗ്യത പ്രോജക്റ്റ് ഹെഡ് ബിരുദം, PGDCA DCA, ഇംഗ്ലീഷിലും മലയാളവും ടൈപ്പിംഗ് റൈറ്റിംഗ്. ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ കം മൾട്ടി ടാസ്ക് 5 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. പ്രോക്യൂർമെൻറ്റ് വിദഗ്ധർ സോഷ്യൽ സയൻസ്, സോഷ്യൽ വർക്ക് എന്നിവയിൽ ബിരുദാനന്തര ബിരുദം. സാമൂഹ്യ വികസനം, സാമ്പത്തിക ശാസ്ത്രം, കൊമേഴ്സ്, സംവരണം, മാനേജ്മെൻറ്റ്, ഫിനാൻസ്, എഞ്ചിനീയറിംഗ് എന്നിവയിൽ ബിരുദം. DOMK MT കമ്പ്യൂട്ടർ സയൻസിൽ PhDയും കമ്പ്യൂട്ടർ സയൻസിൽ ബിരുദാനന്തര ബിരുദവും. 15 വർഷത്തെ പരിചയം. ശമ്പളം തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 26,400 രൂപ മുതൽ 66,000 രൂപ വരെ ശമ്പളമായി ലഭിക്കും. അപേക്ഷ ഉദ്യോഗാർത്ഥികൾ ഔദ്യോഗിക വിജ്ഞാപനം വായിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാം. ജൂലൈ 23-നകം ഓൺലൈൻ അപേക്ഷ നൽകണം. ഫീസ് അടയ്ക്കേണ്ടതില്ല. ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. വിവിധ ജില്ലകളിലായി നിരവധി സർക്കാർ ജോലി ഒഴിവുകൾ. പരീക്ഷയില്ലാതെ ജോലി നേടാം. 1. കോഴിക്കോട് സിറ്റി DHQവിൽ ജോലി. കോഴിക്കോട് സിറ്റി DHQവിൽ നിലവിൽ ഒഴിവുള്ള ക്യാമ്പ് ഫോളോവർ, കുക്ക്, സ്വീപ്പർ, ധോബി തസ്തികയിൽ നിയമനം നടക്കുന്നുണ്ട്. ദിവസവേതനടിസ്ഥാനത്തിലാണ് നിയമനം. താൽപ്പര്യമുള്ളവർ അപേക്ഷ, ബയോഡാറ്റ, ആധാർ കാർഡിൻ്റെ പകർപ്പ്, പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്നിവ സഹിതം 15-ന് രാവിലെ 10:30-ന് മാലൂർക്കുന്നിലെ കോഴിക്കോട് സിറ്റി DHQവിൽ അഭിമുഖത്തിന് എത്തണം. 2. പാലിയേറ്റീവ് നേഴ്സ്. മങ്കട സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെ പ്രൈമറി പരീക്ഷാ പദ്ധതിയിലേക്ക് കരാറടിസ്ഥാനത്തിൽ പാലിയേറ്റീവ് നേഴ്സിനെ നിയമിക്കുന്നു. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ജൂലൈ 17-ന് രാവിലെ 11 മണിക്ക് മങ്കട സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ഇൻ്റർവ്യൂവിന് എത്തണം. 3. വിമൺ ഫെസിലിറ്റേറ്റർ. വയനാട് വെള്ളമുണ്ട ഗ്രാമപഞ്ചായത്ത് ജാഗ്രതാ സമിതി കമ്മ്യൂണിറ്റി വിമൺ ഫെസിലിറ്റേറ്റർ തസ്തികയിൽ നിയമനം നടത്തുന്നു. MSW അല്ലെങ്കിൽ വിമൺ സ്റ്റഡീസ്, സൈക്കോളജി, സോഷ്യോളജി എന്നീ വിഷയങ്ങളിൽ ബിരുദമുള്ളവർക്ക് അപേക്ഷിക്കാം. ഉദ്യോഗാർത്ഥികളുടെ പ്രായം 18-നും 40-നും ഇടയിലായിരിക്കണം. വനിതകൾക്കാണ് അവസരം. ഓഗസ്റ്റ് 20-ന് രാവിലെ 11-ന് ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ ഇൻ്റർവ്യൂ നടക്കും. 4. ഓവർസിയർ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ. മലപ്പുറം എടവണ്ണ ഗ്രാമപഞ്ചായത്ത് MGNREGS ഓഫീസിലേക്ക് ഓവർസിയർ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ പോസ്റ്റുകളിലേക്ക് നിയമനം നടത്തുന്നു. ITI, ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ എഞ്ചിനീയറിംഗ്, ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് പൂർത്തിയാക്കിയവർക്ക് ഓവർസിയർ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം. BCom PGDCA ഉള്ളവർക്ക് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ പോസ്റ്റിലേക്കും അപേക്ഷിക്കാം. ജൂലൈ 17-നുള്ളിൽ അപേക്ഷ നൽകണം. കൂടുതൽ വിവരങ്ങൾക്ക് 048327000243. 5. ഓഫീസ് മാനേജ്മെൻറ്റ് ട്രെയിനി. മലപ്പുറം ജില്ലയിലെ പട്ടികവർഗ വികസന വകുപ്പിന് കീഴിലുള്ള വിവിധ ഓഫീസുകളിൽ ഓഫീസ് മാനേജ്മെൻറ്റ് ട്രെയിനികളെ നിയമിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. 10ാം ക്ലാസ് വിജയിച്ച പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട 18-നും 35-നും ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. ആകെ ഒഴിവുകൾ 7. നിലമ്പൂർ ITDP ഓഫീസിലും അനുബന്ധ സ്ഥാപനങ്ങളിലുമായാണ് നിയമനം നടക്കുക. ബിരുദധാരികൾക്ക് 5 മാർക്ക് ഗ്രേസ് മാർക്കായി ലഭിക്കും. നിയമനം അപ്രന്റീസ്ഷിപ്പ് ആക്ട് അനുസരിച്ചുള്ള നിയമങ്ങൾക്ക് വിധേയം 1 വർഷത്തേക്ക് മാത്രവുമായിരിക്കും. ഉദ്യോഗാർത്ഥികളുടെ വാർഷിക വരുമാനം 1,00,000 രൂപയിൽ കവിയരുത്. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ യോഗ്യത സംബന്ധിച്ച സർട്ടിഫിക്കറ്റിൻ്റെ പകർപ്പ് എന്നിവ ഉള്ളടക്കം ചെയ്ത് ജൂലൈ 20-നുള്ളിൽ ഓഫീസിൽ സമർപ്പിക്കണം. സംശയങ്ങൾക്ക് 04931220 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒഴിവ്. റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ILDMൻ്റെ ഭാഗമായ റവന്യൂ ഇൻഫർമേഷൻ ബ്യൂറോയിൽ വീഡിയോ എഡിറ്റർ, വിഷ്വൽ മീഡിയയിൽ ഇൻറ്റേൺസ് തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 2 പോസ്റ്റുകളിലുമായി ഓരോ ഒഴിവുകളാണ് ഉള്ളത്. പ്രായപരിധി വീഡിയോ എഡിറ്റർ തസ്തിക ഉയർന്ന പ്രായപരിധി 35-നും ഇൻറ്റേൺഷിപ്പിന് 30-മാണ്. വീഡിയോ എഡിറ്റർ
വീഡിയോ എഡിറ്റർ നിയമനം 1 വർഷ കാലയളവിലേക്ക് കരാറടിസ്ഥാനത്തിലാണ്. പ്രതിമാസം 20,000 രൂപ ശമ്പളം, സൗജന്യ താമസ സൗകര്യം നൽകും. ന്യൂസ് ക്ലിപ്പുകൾ തയ്യാറാക്കൽ, ഡ്രൈവ്, ട്രാൻസ്മിഷൻ, സ്വിച്ചിങ്, ഓൺലൈൻ എഡിറ്റിംഗ്, വീഡിയോ ഫുട്ടേജിൻ്റെ അപ്ലോഡിംഗ്, ഡോക്യുമെൻ്ററികൾ തയ്യാറാക്കൽ, സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടി വിവിധ രൂപത്തിലുള്ള കണ്ടൻറ്റുകൾ തയ്യാറാക്കൽ എന്നിവയാണ് ചുമതലകൾ. യോഗ്യത +2, വീഡിയോ എഡിറ്റിങ്ങിൽ അംഗീകൃത സ്ഥാപനത്തിൽ നിന്ന് ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ കോഴ്സും പാസ്സായിരിക്കണം. ന്യൂസ് പോർട്ടൽ, സാമൂഹ്യ മാധ്യമ പ്ലാറ്റ്ഫോമുകളിൽ വാർത്താധിഷ്ഠിത വീഡിയോ തയ്യാറാക്കുന്നതിൽ എഡിറ്റിങ്ങിലും 2 വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയം. ഇന്ത്യൻ വിഷ്വൽ മീഡിയയിൽ ഇന്റേൺഷിപ്പിന് 1 വർഷത്തേക്കാണ് നിയമനം. താമസം സൗജന്യമായിരിക്കും. മാസം 10,000 രൂപ വേതനം. പ്രായപരിധി 30 വയസ്സ്. പ്രായോഗിക സാങ്കേതിക പരീക്ഷകളുടെ അഭിമുഖത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിയമനം. അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ILDM വെബ്സൈറ്റിൽ ലഭ്യമായിട്ടുള്ള ഗൂഗിൾ ഫോം പൂരിപ്പിച്ച് അപേക്ഷ സമർപ്പിക്കാം. വീഡിയോ എഡിറ്റിങ്ങിൽ പ്രാവീണ്യമുള്ളവർക്ക് മുൻഗണന. ഇമെയിൽ, വെബ്സൈറ്റ് സ്ക്രീനിൽ കൊടുക്കുന്നു. മൾട്ടി പർപ്പസ് ഹെൽപ്പർ സെക്യൂരിറ്റി നിയമനം. വനിതാ ശിശുവികസന വകുപ്പിന് കീഴിൽ മൾട്ടി പർപ്പസ് ഹെൽപ്പർ സെക്യൂരിറ്റി സ്റ്റാഫ് റിക്രൂട്ട്മെൻറ്റ്. പെരിന്തൽമണ്ണയിൽ പ്രവർത്തിക്കുന്ന സഖി വൺ സ്റ്റോപ്പ് സെൻറ്ററിലേക്കാണ് തസ്തികയിൽ നിയമനം നടക്കുന്നത്. യോഗ്യത എഴുത്തും വായനയും അറിയാവുന്നവർക്ക് അപേക്ഷിക്കാം. ഹൈസ്കൂൾ വിദ്യാഭ്യാസം അഭികാമ്യം. 2 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവർക്ക് സെക്യൂരിറ്റി സ്റ്റാഫ് തസ്തികയിൽ മുൻഗണന ലഭിക്കും. പ്രായം മൾട്ടിപർപ്പസ് വർക്കർ 30-നും 45-നും മധ്യേ, സെക്യൂരിറ്റി സ്റ്റാഫ് 30-നും 50-നും മധ്യേ. അപേക്ഷ വെള്ള പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷ, പ്രായം, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന രേഖകളുടെ പകർപ്പുകൾ സഹിതം വനിതാ സംരക്ഷണ ഓഫീസ്, സിവിൽ സ്റ്റേഷൻ, B2 ബ്ലോക്ക്, മലപ്പുറം 676505 എന്ന വിലാസത്തിൽ എത്തിക്കണം. സംശയങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 8281999059 8714291005. ഇൻ്റർവ്യൂ. അപേക്ഷ നൽകിയ ഉദ്യോഗാർത്ഥികൾക്കായി ജൂലൈ 24-ന് രാവിലെ 10 മണിക്ക് പെരിന്തൽമണ്ണ സബ് കളക്ടർ ഓഫീസിൽ വെച്ച് ഇൻ്റർവ്യൂ നടക്കും. പബ്ലിക് റിലേഷൻസ് വകുപ്പിൽ അവസരം. കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഒഴിവുകൾ. ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പിന് 100-ന് മുകളിൽ വരുന്ന ഒഴിവുകളിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു. വിശദ വിവരങ്ങൾ നോക്കാം. താഴെത്തട്ടിലുള്ള വികസനക്ഷേമ വാർത്തകളും സർക്കാരിൻ്റെ വികസന പദ്ധതികളും ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പിൻ്റെ പദ്ധതിയാണ് പ്രിസം. ഈ പ്രിസം പദ്ധതിയിലേക്കാണ് ഇപ്പോൾ ഒഴിവുകൾ വന്നിരിക്കുന്നത്. വേക്കൻസി. ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻ വകുപ്പ് പ്രസിദ്ധീകരിച്ച ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ പ്രകാരം 119 ഒഴിവുകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. ഇൻഫർമേഷൻ അസിസ്റ്റൻ്റ് 76, സബ് എഡിറ്റർ 20, കണ്ടൻറ് എഡിറ്റർ 19. ഓരോ ജില്ലകളിൽ വരുന്ന ഒഴിവുകൾ നോക്കാം. തിരുവനന്തപുരം സബ് എഡിറ്റർ 1, കണ്ടൻറ് എഡിറ്റർ 1, ഇൻഫർമേഷൻ അസിസ്റ്റൻ്റ് 6. കൊല്ലം സബ് എഡിറ്റർ 1, കണ്ടൻറ് എഡിറ്റർ 1, ഇൻഫർമേഷൻ 5. പത്തനംതിട്ട സബ് എഡിറ്റർ 1, കണ്ടൻറ് എഡിറ്റർ 1, ഇൻഫർമേഷൻ അസിസ്റ്റൻ്റ് 4. ആലപ്പുഴ 1, കണ്ടൻറ് എഡിറ്റർ 1, ഇൻഫർമേഷൻ അസിസ്റ്റൻ്റ് 6. കോട്ടയം സബ് എഡിറ്റർ 1, കണ്ടൻറ് എഡിറ്റർ 1, ഇൻഫർമേഷൻ അസിസ്റ്റൻ്റ് 5. ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ഡയറക്ടറേറ്റ് എന്നിവിടങ്ങളിലുള്ള ഒഴിവുകൾ സ്ക്രീനിൽ കൊടുക്കുന്നു. 35 വയസ്സ് വരെയാണ് അപേക്ഷിക്കുന്നതിനുള്ള പരമാവധി പ്രായപരിധി. ക്വാളിഫിക്കേഷൻ. സബ് എഡിറ്റർ ഇൻഫർമേഷൻ അസിസ്റ്റൻ്റ് ഏതെങ്കിലും വിഷയത്തിൽ അംഗീകൃത സർവകലാശാല ബിരുദവും ജേർണലിസം, മാസ് കമ്മ്യൂണിക്കേഷൻ, പബ്ലിക് റിലേഷൻസ് ഡിപ്ലോമ അല്ലെങ്കിൽ ജേർണലിസം, മാസ് കമ്മ്യൂണിക്കേഷൻ, പബ്ലിക് റിലേഷൻസ് ബിരുദവുമാണ് സബ് എഡിറ്ററുടെയും ഇൻഫർമേഷൻ അസിസ്റ്റൻ്റിൻ്റെയും യോഗ്യത. ജേർണലിസം ബിരുദാനന്തര ബിരുദമുള്ളവർക്കും അപേക്ഷിക്കാം. സബ് എഡിറ്റർ പാനലിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് ഏതെങ്കിലും മാധ്യമങ്ങളിലോ വാർത്താ ഏജൻസികളിലോ സർക്കാർ, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളുടെ PR, വാർത്താ വിഭാഗങ്ങളിലോ 1 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടാവണം. കണ്ടൻറ് എഡിറ്റർ, ഇൻഫർമേഷൻ അസിസ്റ്റൻ്റ് പ്രവൃത്തി പരിചയം നിർബന്ധമല്ല. +2-ഉം വീഡിയോ എഡിറ്റിങ്ങിൽ ഡിഗ്രി, ഡിപ്ലോമ, സർട്ടിഫിക്കറ്റ് കോഴ്സും പാസ്സായവർക്ക് കണ്ടൻറ് എഡിറ്റർ പാനലിൽ അപേക്ഷിക്കാം. സാലറി. ഇൻഫർമേഷൻ അസിസ്റ്റൻ്റ് 17,000, സബ് എഡിറ്റർ 22,000, കണ്ടൻറ് എഡിറ്റർ 18,000. എങ്ങനെ അപേക്ഷിക്കാം? സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന പോർട്ടലിൽ കയറി രജിസ്റ്റർ ചെയ്ത് സൈൻ ഇൻ ചെയ്തതിന് ശേഷം അപേക്ഷ സമർപ്പിക്കാം. വിവരങ്ങളെല്ലാം നൽകിയതിന് ശേഷം നോട്ടിഫിക്കേഷനിലെ
ചെക്ക് എലിജിബിലിറ്റി ക്ലിക്ക് ചെയ്ത് അപ്ലൈ ചെയ്യുമ്പോൾ മാത്രമേ അപേക്ഷ സമർപ്പണം പൂർത്തിയാകൂ. ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. അപേക്ഷിക്കാനുള്ള ലിങ്കും കമൻറ്റ് ബോക്സിൽ ലഭ്യമാണ്. വിശദ വിവരങ്ങൾക്ക് 0471251867 0483273437. അപേക്ഷ നൽകേണ്ട അവസാന തീയതി 2024 ജൂലൈ 20 വൈകുന്നേരം 5 മണിക്ക് മുമ്പ് ഓൺലൈനായി അപേക്ഷകൾ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. സോ ഫ്രണ്ട്സ്, ഇതുപോലുള്ള വീഡിയോസിനായി വലിയ അറിവുകൾ തരുന്ന നിങ്ങളുടെ ജീവിതത്തിന് വളരെ മുതൽക്കൂട്ടാവുന്ന വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.